ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കൊണ്ട് വെറുതെ ചാറുണ്ടാക്കില്ലേ നമ്മൾ. ചെമ്മീനൊക്കെ ഇട്ട് തക്കാളി കൂട്ടാൻ വയ്ക്കുമല്ലോ, അതേ ടേസ്റ്റിൽ ചെമ്മീനില്ലാതെ വെറും ചാറ്. അതിനകത്തേക്ക് ഞാൻ തക്കാളിക്കകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, സവാളയും കറിവേപ്പിലയും ഉപ്പും മഞ്ഞളും ഇട്ട് തക്കാളി നമ്മളൊന്ന് വേവാൻ വയ്ക്കും. ഇവിടുത്തെ തക്കാളിക്ക് ഒട്ടും പുളിയില്ല. നമ്മുടെ നാട്ടിലെ തക്കാളി പോലെയല്ല, ഒട്ടും പുളിയില്ല. പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തൊരു കുഞ്ഞു ചുള കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അരപ്പിലെ കാര്യം ഞാൻ അരക്കുന്നത് കാണിച്ചു തരാവേ. ഇങ്ങനെയുള്ള ഒരു ബോക്സിലാണ് ഇവിടെ തേങ്ങ വരുന്നത്. അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 പിടി തേങ്ങ കാണുള്ളൂ. അത് അരമുറിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിൽ അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു കരിവേപ്പില, 2-3 ചുമന്നുള്ളിയാണ് വേണ്ടേ. എൻ്റെ അടുത്ത് ചുമന്നുള്ളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ സവാള ഉള്ളിയുടെ ഒരു കഷ്ണം ഇട്ടു കേട്ടോ. ഈ മല്ലിപ്പൊടി ശരിക്കും മല്ലിപ്പൊടിയല്ല വേണ്ടേ, മല്ലിയാണ് വേണ്ടേ, മുഴുവൻ മുളകുമാണ് വേണ്ടേ. പക്ഷെ ഇവിടെ അത് രണ്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ട് അരച്ചിട്ട് ഒരു കുടംപുളി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കണ്ടോ, ഒരു ചെറിയ ചുള്ള കുടംപുളിയായിട്ട് ഇട്ട് വെക്കുന്നത്. അത് നല്ലോണം ഒന്ന് തിളച്ച് അതിനകത്തേക്ക് ആ പുളിയുടെ രസം ഇറങ്ങി കഴിയുമ്പോൾ കുടംപുളി എടുത്ത് മാറ്റാം കേട്ടോ. അല്ലെങ്കിൽ കണ്ടമാനം പുളിയായി പോകും. ഒരുപാട് പുളിയായാലും അതിന് ടേസ്റ്റില്ല. അരപ്പ് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് കടുക് വറുത്തിടാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് കട്ടയാവണ്ട, ഒത്തിരി അങ്ങോട്ട് ലൂസും ആവണ്ട. അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും ഉണക്കമുളകും ഉള്ളി കരിവേപ്പിലയും കൂടിയാണ് വറുത്തിടേണ്ടത്. പറഞ്ഞോണം പിന്നെയും പറയുന്നു, ചുവന്ന മുളക് ഇല്ല, ചെറിയുള്ളിയും ഇല്ല, മേടിക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് പിള്ളേർ വേണം കടയിൽ പോകാനായിട്ട്. അപ്പോൾ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമേ കിട്ടുള്ളൂ. ആ സാവകാശം ഇല്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ കടുക് വറുത്തിട്ടിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാനും പറ്റും. പിന്നെ സ്വാദും ഉണ്ട്. ഇപ്പോൾ പുറത്ത് ആരെങ്കിലും വന്നാലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇതാ ഞാൻ പുളി എടുത്ത് മാറ്റിയിട്ടോ, കാരണം അല്ലെങ്കിൽ കണ്ടമാനം പുളിയായി പോകും. ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.